ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈനിൽ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ബാങ്കിൽ ക്യാഷ് വരുന്ന വരെയുള്ള A to Z കാര്യങ്ങളാണ് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വിശദീകരിക്കും. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ചലഞ്ചും ഉണ്ട്. ഇതുപോലെ വ്യക്തമായിട്ട് ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ഒരു വീഡിയോ യൂട്യൂബിൽ മലയാളത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഇന്നത്തോടുകൂടി ഈ ചാനൽ സ്റ്റോപ്പ് ചെയ്യും. കാരണം ഞാൻ അത്ര കോൺഫിഡൻ്റ് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇതുപോലെ ഒന്നും നിങ്ങൾ വേറെ എവിടെയും കാണില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ബ്രെയിനിൽ ഈ വീഡിയോ കഴിയുന്നതോടുകൂടി ഒരു പിക്ചർ തെളിഞ്ഞു വരും. ഒരു ബിഗ് പിക്ചർ നിങ്ങൾ തെളിഞ്ഞു വരും. എവിടെ എന്ത് തുടങ്ങണം, എങ്ങനെ എൻഡ് ചെയ്യണമെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ വീഡിയോയിൽ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓൺലൈനാണ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാവി ഓൺലൈനിലാണ്, അതിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. അപ്പോൾ ആ വിഷയം സംസാരിക്കേണ്ടതില്ല. അപ്പോൾ ഓൺലൈനിൽ എവിടെ തുടങ്ങണം, എന്ത് ചെയ്യണമെന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1 നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓൺലൈൻ എല്ലാവരും പറയുന്നുണ്ട്, ഓൺലൈനിൽ ബിസിനസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? പല രീതിയിലാണ് ആളുകൾ ചെയ്യാറ്. ഒന്ന്, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള മാർക്കറ്റ് പ്ലേസുകളിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. GSTയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിലൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തിടും. സാധാരണ ഒന്നാമത്തെ ഓപ്ഷൻ മിക്കവരും ചെയ്യുന്നത് അതാണ്. രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവർ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യും. അവരുടെ തന്നെ ഷോപ്പിഫൈ വെബ്സൈറ്റോ മറ്റു വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യും. എന്നിട്ട് അതിലവരുടെ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് പരസ്യമൊക്കെ കൊടുത്ത് ഓൺലൈനിലൂടെ സെല്ല് ചെയ്യാനായിട്ട് നോക്കും. അതൊരു ഓപ്ഷൻ. മൂന്നാമതൊരു ഓപ്ഷൻ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും സെല്ല് ചെയ്യുക എന്നുള്ളത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു തർക്കമില്ല, സോഷ്യൽ മീഡിയ തന്നെയാണ്. ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും വിഷയം എടുക്കുകയാണെങ്കിൽ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ 1 മുതൽ നമുക്ക് GST വേണം. GST എടുക്കാതെ നമുക്ക് അതിൽ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ അതിലൊരു പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വലിയൊരു ഘടകമാണ്. ആമസോണിൻ്റെ കമ്മീഷനും എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. കാരണം നിങ്ങളെക്കാൾ വില കുറച്ച് അതിൽ ഒരുപാട് പേര് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനുണ്ടാവും. ഞാൻ ആമസോണിൽ സെല്ല് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നതാണ്. ഫ്ലിപ്കാർട്ടിൻ്റെ അവസ്ഥ ഏറെക്കുറെ ഇതൊക്കെ തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും യുണീക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഓൾറെഡി അതിലുള്ള പ്രൊഡക്റ്റുകളൊക്കെയാണ് എല്ലാവരുടെയും തലയിൽ വരിക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് പ്രൈസ്, ഒന്നിന് വില കൂടുതൽ, ഒന്നിന് വില കുറവ്. നിങ്ങളേതാ വാങ്ങുക? വില കുറഞ്ഞത് വാങ്ങും. ഇതേ അവസ്ഥ തന്നെയാണ് നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇടുമ്പോഴും. കാരണം മാനുഫാക്ചേഴ്സൊക്കെ ഡയറക്റ്റ് അതിൽ സെല്ല് ചെയ്യണമുണ്ട്. അവരെയൊക്കെ താഴെ വില ഇടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആവില്ല, ഒരു ചെറിയ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവരുടെ വിലയോട് മാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് അധികം വില കുറഞ്ഞ പ്രൊഡക്റ്റിൻ്റെ അടുത്തേക്ക് പോകും. ഇതൊരു ചാലഞ്ചിങ് ആണ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും. ഇനി സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ്, മൊബൈൽ ആപ്ലിക്കേഷനൊക്കെ ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാഷ് ആവാത്ത, തരക്കേടില്ലാത്തൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു തുക നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകും. മൊബൈൽ ആപ്ലിക്കേഷൻ്റെയും അവസ്ഥ അത് തന്നെ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അധികം ആളുകളുടെ തെറ്റിദ്ധാരണ എവിടെയാണെന്നറിയോ? ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി അതിൽ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നാളെ തന്നെ ആരെങ്കിലും കയറി വാങ്ങുമെന്നാണ്. വെറും തെറ്റിദ്ധാരണയാണ്. അതിൻ്റെ അകത്തേക്ക് കസ്റ്റമറെ കൊണ്ടുവരാനുള്ള പരസ്യം നിങ്ങൾ വേറെ ചെയ്യണം. അത് കാശ് മുടക്കി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമാണ് അതിൽ ഓർഡറുകൾ കിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഓർക്കാം, നിങ്ങൾ അവസാനമായിട്ടൊരു വെബ്സൈറ്റിൽ കയറി ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തതെന്നാണ്. ഫേമസ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റിൽ അല്ലാതെ നമ്മളുടെ കാർഡ് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അടിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യാറില്ല. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള വൻകിട കമ്പനികൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ അധിക സമയവും മീഷോ, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതേപോലെയുള്ള ഇതിൽ നിന്നാണ് സാധാരണ ആളുകൾ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങളുടേതായ ഒരു വെബ്സൈറ്റും കൂടി അവിടെ വരാൻ നേരത്ത് അത് അൺനോൺ ആണ്, ആളുകൾക്ക് അറിയില്ല, ആളുകൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ സെയിൽ കിടക്കാനുള്ള സാധ്യത കുറവാണ്. ഇതിൽ നിന്നെല്ലാം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നമ്മളുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഇന്ന് വേണമെങ്കിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സൗജന്യമായിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്യാതെയും സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ വളരെ ഒരു സ്മോൾ ബിസിനസ് ആണെങ്കിൽ ലൈസൻസുകൾ, അതായത് ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് ലൈസൻസ് നിർബന്ധമായിട്ടും വേണം. ചില പ്രൊഡക്റ്റുകളുണ്ട് പ്രത്യേകമായിട്ടുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന വളരെ ഹോം ബേസ്ഡ് ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും.
ഇത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാം. സോഷ്യൽ മീഡിയയിലൂടെ ഒരു ബിസിനസ് ചെയ്യാന്ന് കരുതി അവർ പ്രത്യേകമായിട്ട് കമ്മീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കണില്ല. ഒരു ഉദാഹരണം, ഇപ്പോൾ ഫേസ്ബുക്കിൽ കൂടെ ഒരു സെയിൽ നടന്നു, ഫേസ്ബുക്ക് നമ്മളുടെ അടുത്ത് നിന്ന് കമ്മീഷൻ ചോദിക്കണില്ല. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം. എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ ഓൺലൈനിൽ എവിടെയാണ് ബിസിനസ് ചെയ്യാമെന്ന് നോക്കി നിങ്ങൾ നടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയനെ പരിഗണിക്കുക, അതിനുശേഷം ബാക്കിയുള്ളതിൻ്റെ പുറകെ പോവുക. ബാക്കിയുള്ളതെല്ലാം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സ്മോൾ ബിസിനസ് തുടങ്ങണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നിന്നിട്ടാണ് ഞാൻ പറയണത്. വലിയ കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്, വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓൺ ആപ്ലിക്കേഷനും ഓൺ വെബ്സൈറ്റൊക്കെ കൂടിയേ തീരൂ, ഓക്കെ, അവർക്കത് ചെയ്യാം. ഒരു സ്മോൾ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ ഓൺലൈനിൽ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയില്ല, ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ ടൂൾസ് നമ്മുടെ അടുത്ത് വേണം, എന്തെല്ലാം നമ്മുടെ കയ്യിൽ വേണം? നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണാൻ ഉപയോഗിക്കുന്ന ആ ടൂൾസൊക്കെ മതി നമുക്ക് ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു മൊബൈൽ ഫോൺ വേണം, ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ളൊരു സെപ്പറേറ്റ് സിം കാർഡും വേണം, പിന്നെ ഒരു പ്രൊഡക്റ്റോ ഓർ സർവീസ് എന്തെങ്കിലും കയ്യിൽ വിൽക്കാൻ വേണം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മതി നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി ബിസിനസ് ചെയ്യാനായിട്ട്. മൊബൈൽ ഫോൺ എന്തായാലും നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ അടുത്തും മൊബൈൽ ഫോൺ ഉണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇൻ്റർനെറ്റ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും, അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നത്. പിന്നെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ള സിം കാർഡാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് സാധിക്കും. സെപ്പറേറ്റ് സിം കാർഡ് എടുക്കാൻ ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ഒരു സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ മാറ്റി വെക്കണം. അത് നിങ്ങളുടെ പേഴ്സണൽ ഇതായിട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയണതാണ്, ഞാൻ വെറുതെ അവിടെ എവിടെയും കണ്ടു പറയണതല്ല, ഞാൻ ഇറങ്ങി തിരിച്ച് ചെയ്ത് പരീക്ഷിച്ച് വിജയം കണ്ടുകൊണ്ട് പറയണതാണ്. ഇതിലെല്ലാ കണ്ടൻസും വരാനിരിക്കുന്ന എല്ലാ ഇൻഫർമേഷനും അങ്ങനെ തന്നെയാണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഇതെല്ലാം. ഈ സെപ്പറേറ്റ് സിം കാർഡ് ഇല്ലെങ്കിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനിട്ടു, ഒരുപാട് എൻക്വയറികൾ വരെയാണ്, ഒരുപാട് കോൾസ് വരുന്നു, മെസ്സേജ് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആകെ കൺഫ്യൂഷനാവും. നിങ്ങളുടെ ഫാമിലിയിൽ നിന്നുള്ള കോൾസാണോ, ഫ്രണ്ട്സാണോ വിളിക്കുന്നത്, കസ്റ്റമറാണോ വിളിക്കുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോളാണ്, ആകെ തലയ്ക്കൊരു തവിട് പൊടിയാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളിത് ഓഫ് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും. അങ്ങനെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാമിലിയുടെ കോൾസോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. അത് വലിയൊരു അബദ്ധമാണ്. ഇതെനിക്ക് ഓൺലൈനിൽ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ് ചെയ്യുന്ന വേറൊരാൾ പറഞ്ഞു തന്നതാണ്. ഞാൻ ഈ അബദ്ധം വരുത്തിയിട്ടില്ല, കാരണം ഞാൻ മറ്റൊരാളിൽ നിന്ന് പഠിച്ചതാണ്. പുള്ളിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ പുള്ളി ഫോൺ ഓഫ് ചെയ്ത് വെക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ സിമ്മ് മാറ്റാൻ പറ്റും, പിന്നെ നമ്പർ അതിൽ മാറ്റി കൊടുക്കാൻ പറ്റും. കാരണം പബ്ലിക്കായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിനെല്ലാം കൊടുക്കേണ്ടത് സെപ്പറേറ്റ് സിമ്മ് തന്നെ നിങ്ങൾ എടുക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഇനി ഓൾറെഡി 2 സിം ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിന് ബിസിനസ്സിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ടത്. മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് കണക്ഷൻ, സെപ്പറേറ്റ് സിം കാർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിലെന്തെങ്കിലും വിൽക്കാനും വേണം, പ്രൊഡക്റ്റ് ഓർ സർവീസ്, എന്നാലുള്ള ബിസിനസ് എന്ന് പറയുള്ളൂ. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി പ്രൊഡക്റ്റ് ഓർ സർവീസ് നമ്മൾ എന്തെങ്കിലും വിൽക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ, ഓൺലൈൻ ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് എന്തെങ്കിലും വിൽക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫിസിക്കൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ് ആണെങ്കിൽ, ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ, ഓൺലൈനിലാണെങ്കിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളൊന്നും തന്നെ സെലക്ട് ചെയ്യാതിരിക്കുക. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഡാമേജ്, അതായത് ഒന്നങ്ങോട്ട് മാറ്റുമ്പോഴത്തേക്കൊക്കെ തട്ടി മുട്ടിയൊക്കെ പൊട്ടി ചിളങ്ങി ഒക്കെ പോകാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ അത് അധിക സമയവും നിങ്ങൾക്ക് തലവേദനയായിട്ട് വരും. അതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഒരു ഷോപ്പിൽ പോയി വാങ്ങണ പോലെയല്ല, കാശ് കൊടുക്കുന്നു അപ്പം തന്നെ എടുത്തു തരുന്നു, അങ്ങനെയല്ല. നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾക്ക് ഓർഡറുകൾ ലഭിക്കുന്നത് ചിലപ്പോൾ കാസർഗോഡ് നിന്നായിരിക്കും. അപ്പോൾ അത്രയും ദൂരം ഈ പ്രൊഡക്റ്റ് കൊറിയർ കമ്പനികൾ ഇത് ട്രാവൽ ചെയ്ത് അവിടെ എത്തിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് തട്ടുക, വണ്ടി കട്ടറേ ചാടുക, പല ലോഡിങ്ങാരെടുത്തത് അങ്ങോട്ട് എറിയുക, ഇങ്ങോട്ട് എറിയുക, പല കൈകൾ മറിഞ്ഞാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പൊട്ടാനൊക്കെ സാധ്യതയുള്ളതാണെങ്കിൽ കസ്റ്റമറുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും ഇത് ആകെ അവിയൽ പരിവായിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക, കസ്റ്റമർക്ക് ഫുൾ റീഫണ്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ആ പ്രോഡക്റ്റ് നമുക്ക് ഇനി വേറൊരാൾക്ക് വിൽക്കാനും പറ്റില്ല. ഷിപ്പിംഗ് ചാർജ് നമുക്ക്, കൊറിയർ കാശ് നമുക്ക് നഷ്ടമാവുകയും ചെയ്യും. പ്രൊഡക്റ്റ് പൊട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ കൊറിയർകാരോട് നമുക്ക് കാശ് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ തുടക്കം തന്നെ ഡാമേജ് വരാൻ സാധ്യതയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഒഴിവാക്കുക, ഇല്ലെങ്കിൽ തലവേദന ആവും.
പിന്നെ ഒരുപാട് വലിപ്പമുള്ള പ്രൊഡക്റ്റുകൾ എടുക്കാതിരിക്കുക. കാരണം കൊറിയർ കമ്പനികൾ ഈ ഷിപ്പിംഗ് ചാർജ്, കൊറിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണത് ഇതിൻ്റെ തൂക്കവും വലിപ്പവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള നല്ല തൂക്കമുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഓൺലൈനിൽ വിൽക്കാനായിട്ട് തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വരും. അവിടെ മാത്രമല്ല, ഇനി പുറത്തെ സംസ്ഥാനത്തു നിന്നൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് വരുമ്പോൾ ഉള്ള ഷിപ്പിംഗ് ചാർജും കൂടുതലായിരിക്കും. പിന്നെ കസ്റ്റമറുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നേരത്ത്, അയച്ചു കൊടുക്കാൻ നേരത്ത് അപ്പോഴും ഷിപ്പിംഗ് ചാർജ് കൂടും. ഇനി നിങ്ങളൊരു ഗ്രാമത്തിലാണ്, നിങ്ങളുടെ സിറ്റിയിലാണ് കൊറിയർ സർവീസുകളൊക്കെ ഉള്ളൂവെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു 10 ഓർഡർ വരുമ്പോഴത്തേക്കും ഒരു ചെറിയ വണ്ടിയിലൊന്നും അത് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ല വലിപ്പമുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് ഇനി വേറെ വണ്ടി വിളിക്കണം. അപ്പോൾ കുറച്ച് ചാലഞ്ചിങ് ആണ്. നല്ല വലിപ്പമുള്ള തൂക്കമുള്ള പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ഒഴിവാക്കുക. ഓൺലൈൻ മാത്രം ഉദ്ദേശിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർ. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തരക്കേടില്ലാത്ത വിലക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. ഒരു ഓർഡർ നടക്കുമ്പോൾ തന്നെ നമുക്ക് മെച്ചപ്പെട്ട ലാഭം കിട്ടണം. ഈ 20 രൂപ, 30 രൂപ, 50 രൂപ, 100 രൂപയൊക്കെ വില വരുന്ന പ്രൊഡക്റ്റുകളൊന്നും വിൽക്കാതിരിക്കുക. കാരണം അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ വിറ്റ് ധാരാളം ഓർഡറുകൾ ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് തരക്കേടില്ലാത്ത മെച്ചപ്പെട്ട ഒരു വരുമാനം ആ ബിസിനസ്സിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തുച്ഛമായിട്ടുള്ള വിലക്ക് ഉള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ അതിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള ലാഭവും കിട്ടുള്ളൂ. ഈ തുച്ഛമായിട്ടുള്ള ലാഭം വലിയൊരു തുകയായിട്ട് മാറണമെങ്കിൽ ഒരുപാട് ഓർഡറുകൾ നമുക്ക് കിട്ടണം. പറയണ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ധാരാളം ഓർഡറുകൾ ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അധിക സമയം ചാലഞ്ചിങ് ആയിരിക്കും. തരക്കേടില്ലാത്ത വിലക്ക് വിൽക്കാനായിട്ട് സാധിക്കണം. എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ പറയുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 500 രൂപയെങ്കിലും, തീരെ പറ്റിയില്ലെങ്കിൽ ഒരു 300 രൂപ, അതിൻ്റെ താഴേക്കൊന്നും പോകാതിരിക്കുക. അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിപ്പിംഗ് ചാർജും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടുള്ളൂ. നമുക്കൊരു 3-4 ഓർഡർ കിട്ടുമ്പോഴത്തേക്കും മെച്ചപ്പെട്ടൊരു പ്രോഫിറ്റ് നമ്മുടെ കയ്യിലെത്തണം. അപ്പോൾ തരക്കേടില്ലാത്ത വിലക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളായിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. 30 രൂപ 50 രൂപ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ അതൊക്കെ ഒഴിവാക്കിയിരിക്കും. കാരണം എന്താ വെച്ചാൽ അതൊക്കെ വിറ്റ് എത്ര എണ്ണം വിറ്റാലാണ് മെച്ചപ്പെട്ടൊരു വരുമാനം നമുക്ക് വരിക. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനിൽ ഇത്തരം തുച്ഛമായിട്ടുള്ള വിലക്കുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഓൺലൈനിൽ അധികം സ്യൂട്ടബിൾ ആവില്ല. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി ഞാൻ പറഞ്ഞുതരാം. സപ്ലൈ പെട്ടെന്ന് നിന്ന് പോണ പ്രൊഡക്റ്റുകളാവരുത്. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ എത്ര ഓർഡർ വന്നാലും ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഒരു 10 ഓർഡർ വന്നു, സ്റ്റോക്ക് ഔട്ടായി, ഇനി ആ സാധനം അടുത്തെടുക്കാൻ ചെല്ലാൻ നേരത്തെ ഇനി അത് അവിടെ ഇല്ല. ഇനി അത് വരണമെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കഴിയും. അപ്പോൾ 2 ആഴ്ച വരെ കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്തിരിക്കും. ഇല്ല, അവർ അടുത്ത ആളെ പിടിക്കും, അടുത്ത ഏതെങ്കിലും ഓപ്ഷൻ തിരഞ്ഞെടുക്കും. അപ്പോൾ എന്ന് വെച്ചാൽ കസ്റ്റമർ വില്ലിങ് ആണ് കാശ് തരാൻ, പക്ഷെ നമ്മുടെ അടുത്ത് വിൽക്കാൻ സാധനമില്ല, സപ്ലൈ കൃത്യമായിട്ട് കിട്ടണില്ല. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി. എനിക്ക് പറ്റിയിട്ടുള്ളൊരു അബദ്ധമാണ്. ഞാൻ നല്ല പ്രൊഡക്റ്റ് ആണെന്ന് കരുതി ലിസ്റ്റ് ചെയ്തു. പിന്നീടാണ് സപ്ലൈനൊക്കെ പറ്റി, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് സപ്ലൈനെ പറ്റിയൊക്കെ നമ്മുടെ തലയിൽ അറിയില്ലല്ലോ, ബിസിനസ് എന്താണെന്ന് അറിയില്ലല്ലോ. സപ്ലൈ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. സപ്ലൈ മാനേജ്മെൻറ്റ് വലിയൊരു ശാഖയാണ് ബിസിനസ്സിൽ പഠിക്കാനുള്ളത്. അത് പ്രത്യേകമായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ എടുത്ത് പഠിക്കുന്നുണ്ട്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയും. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ നമുക്ക് ഓർഡർ വരുമ്പോൾ ഈ സാധനം എവിടെന്നെങ്കിലും കിട്ടണം. നമുക്ക് അവിടെ സ്റ്റോക്ക് ഔട്ടായി പോകരുത്, നമ്മളുടെ ഹോൾസെയിലറുടെ അടുത്ത് സ്റ്റോക്ക് ഔട്ടായി പോകരുത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. തുടർച്ചയായിട്ട് കിട്ടുമെന്ന്, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ നേരത്ത് ഓക്കെ ഇതിന് നല്ല ഓർഡറുകൾ വരെയാണെങ്കിൽ ഈ സാധനം എനിക്ക് ഒരു 1000 ഓർഡർ വന്നാലും ഫുൾഫിൽ ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. തുടക്ക സമയത്ത് കുറച്ചെടുത്താൽ മതി, കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നിങ്ങൾ എക്സ്പെരിമെൻറ്റേഷനും ഒരു പരീക്ഷണം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. പക്ഷേ ഇൻ കേസ് ഓർഡറുകൾ കൂടുതൽ വന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് സപ്ലൈ കിട്ടണം. ഏതെങ്കിലും ഒരു ഹോൾസെയിൽ സ്ഥാപനത്തിൽ ആകെ 4 ഒരെണ്ണമൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുക്കണമെങ്കിൽ വളരെ പ്രയാസമായിരിക്കും വീണ്ടും വീണ്ടും അവരുടെ അടുത്ത് നിന്ന് അത് കിട്ടാനായിട്ട്. അപ്പോൾ സപ്ലൈ കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റുകളാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇതൊക്കെയാണ് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പ്രൊഡക്റ്റ് മാത്രമല്ല നമുക്ക് ബിസിനസ് ചെയ്യാൻ. ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ബേസ്ഡ് ആയിരിക്കും. പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലർക്ക് അങ്ങനെ ഒരു വാശിയുണ്ട്, പ്രൊഡക്റ്റ് തന്നെ ഉണ്ടായാലും അത് ബിസിനസ് ആവുള്ളൂ എന്ന് ആരോ ഇവരെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പ്രൊഡക്റ്റ് തന്നെ സ്യൂട്ടബിൾ ആണോന്നില്ല. ചിലരുടെ നേച്ചർ വെച്ചിട്ട് അവർക്ക് കുറച്ചുകൂടി സ്യൂട്ടബിൾ ആകുന്നത് ചിലപ്പോൾ സർവീസ് ബേസ്ഡ് ബിസിനസ് ആയിരിക്കും. ചിലർ എൻ്റെ വാട്സപ്പിൽ വന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, പക്ഷേ അവരിങ്ങനെ പ്രൊഡക്റ്റ് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. നല്ല എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട സർവീസ് പ്രൊവൈഡ് ചെയ്യാം. ഓൺലൈൻ സർവീസ് ബിസിനസ്സും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തിനാണ് പ്രൊഡക്റ്റ് തന്നെ വേണമെന്ന് ഇത്ര നിർബന്ധം? ആരാണത് പറഞ്ഞത്? സർവീസ് ബേസ്ഡ് ബിസിനസ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ
സർവീസ് ബേസ്ഡ് എന്ന് ഉദ്ദേശിച്ച ഓൺലൈൻ സർവീസുകൾ, ഓൺലൈനിലൂടെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സർവീസ്. ഒരു ഉദാഹരണം, നിങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആളുകൾ സൊസൈറ്റിയിൽ നേരിടുന്ന ഒരു പ്രത്യേക ഹെൽത്ത് പ്രോബ്ലത്തിന് നിങ്ങളുടെ അടുത്ത് സൊല്യൂഷൻ ഉണ്ട്, നിങ്ങൾ അതാണ് പഠിച്ചേക്കണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് അതൊരു ബുക്കിലൂടെ വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, PDF ബുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യാം, ഒരു ക്ലാസ്സായിട്ട് പ്രൊവൈഡ് ചെയ്യാം, കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യാം, ട്രെയിനിങ് പ്രോഗ്രാമായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ഓൺലൈനിലൂടെ അത് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ അറിവ്, കഴിവ്, പരിചയ സമ്പത്ത് ഇതെല്ലാം തന്നെ ഓൺലൈനിലൂടെ നിങ്ങൾക്ക് സെല് ചെയ്യാം. പ്രൊഡക്റ്റ് വേണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ചിലർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് സർവീസാണ്. എന്നാലും അവർ ഈ ആരോ പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രൊഡക്റ്റ്, ഇന്ന സ്ഥലത്ത് ഇന്ന പ്രൊഡക്റ്റ് വിറ്റ് ഇന്ന ആൾ ഇത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കിയെന്ന് ഇത് ഇവിടെ കണ്ടല്ലോ, പത്രത്തിൽ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ് അവരുമായിട്ട് അവർക്ക് യാതൊരു ടേസ്റ്റും ഇല്ലാത്തൊരു പ്രത്യേക സംഗതിയിൽ പോയി അവർ കൈവെക്കും, പൊളിയും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളുടെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് പോലെ ഒരുപാട് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെയാണ് സപ്ലൈ മാനേജ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു സപ്ലൈയുടെ കഥ പറഞ്ഞിരുന്നല്ലോ. കസ്റ്റമർ വാങ്ങാൻ തയ്യാറാണ്, പക്ഷേ വിൽക്കാൻ നിങ്ങളുടെ അടുത്ത് സ്റ്റോക്കില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ഇതിൽ വരില്ല. കൂടുതൽ സ്റ്റാഫിനെ മാത്രം ഹയർ ചെയ്ത് പോയാൽ മതി, ഒരുപാട് ഓർഡറുകൾ വരികയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവണമെന്നുള്ളത്. പ്രൊഡക്റ്റ് ബേസ്ഡ് ആണെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുക, സർവീസ് ബേസ്ഡ് ആണെങ്കിൽ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കുക. രണ്ടും ഓപ്ഷനാണ്. പ്രൊഡക്റ്റ് ബേസ്ഡിൻ്റെ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡാമേജിൻ്റെ കേസൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ വേണമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. വിൽക്കാനായിട്ട് എന്തെങ്കിലും കയ്യിൽ വേണം, പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഇനി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നിങ്ങൾ കണ്ടെത്തിയതിന് ശേഷം അടുത്തതായിട്ടുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഒരു ബിസിനസ്സിലെ പ്രത്യേകിച്ചൊരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിനേക്കാളും ലൈസൻസിനേക്കാളും മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്, നിങ്ങൾ പഠിക്കേണ്ട സംഗതിയാണ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ കയ്യിൽ ആ വിൽക്കാനുള്ള സാധനം ഉണ്ടല്ലോ. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞു തന്നെയാണ്, നിങ്ങളുടെ കയ്യിൽ ആ വിൽക്കാനുള്ള സാധനം വാങ്ങാനുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള കഴിവ് നമുക്ക് വേണം. നമ്മുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട്, ഇനി ഇത് വാങ്ങാനുള്ള ആളെ കണ്ടെത്തണം. അവരുണ്ട്, സൊസൈറ്റിയിൽ എന്തായാലും കസ്റ്റമേഴ്സ് ഉണ്ട്, അവരെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിവ് വേണം. എങ്ങനെ അവരിലേക്ക് എത്താം, അല്ലെങ്കിൽ എങ്ങനെ അവരെ നമ്മളിലേക്ക് എത്തിക്കാം, ഇതാണ് മാർക്കറ്റിംഗ്. ഈ പൊട്ടൻഷ്യൽ നമ്മളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള വിഭാഗം ആളുകൾ പറഞ്ഞാണ് പൊട്ടൻഷ്യൽ കസ്റ്റമർ എന്നുള്ളത്. ഈ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ട്, ഈ കസ്റ്റമറെ കണ്ടെത്താനും ഇവർക്ക് ഇത് വിൽക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയൊക്കെയാണ് മൊത്തത്തിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. പലരും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ പ്രൊഡക്റ്റാണ് അവരുടെ ബിസിനസ് സക്സസ് ആക്കണമെന്ന്. ഒരിക്കലും അല്ല, മാർക്കറ്റിംഗ് ആണ്. എന്ത് തന്നെ ആയിക്കോട്ടെ, ആ വിൽക്കാനുള്ള സാധനം എത്ര എണ്ണം നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം 500 രൂപയുടെ എന്തും ആയിക്കോട്ടെ, ഒരു സെയിൽ കിടന്നാൽ നമുക്ക് 500 രൂപ കിട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര എണ്ണം നമുക്കത് വിൽക്കാൻ സാധിക്കും എന്നുള്ളതിലാണ് സീക്രട്ട് ഇരിക്കുന്നത്. അവിടെയാണ് മാർക്കറ്റിങ്ങിന് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക. നിങ്ങൾ കസ്റ്റമറെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് ശരിക്കും ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് നമുക്കുള്ളത്. കാരണം ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പ് പോലുള്ള മെയിൻ സ്ട്രീം ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇവയെ ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ആളുകളുടെ കാര്യം വിട്, നിങ്ങളെവിടെയാണ് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളിപ്പോൾ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? അപ്പോൾ ആ വിഷയം നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അതറിയാം. ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പിൻ്റെ വാട്സപ്പ് ബിസിനസ് നിങ്ങൾ പ്രത്യേകം, നേരത്തെ ഒരു സിമ്മിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സെപ്പറേറ്റ് സിം, അത് വാട്സപ്പ് ബിസിനസ്സിൽ നിങ്ങൾ ചെയ്യണം. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വാട്സപ്പിൻ്റെ ബിസിനസ്, ഇതിലെല്ലാം തന്നെ നിങ്ങളുടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്, 5-10 മിനിറ്റിൻ്റെ കേസ് മാത്രമേ ഉള്ളൂ. ഈ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഈ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ നിങ്ങളിൽ നിന്ന് വാങ്ങാൻ സാധ്യതയുള്ള പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട്. ഇനി അവരിലേക്ക് എത്തേണ്ട പരിപാടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെയാണല്ലോ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്.
എല്ലാത്തിലും ഓരോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല, ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മാർക്കറ്റിംഗ് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യണം. കാരണം പലരും ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പലരും പലതും ചെയ്യാറുണ്ട്. പക്ഷെ അവർ ചെയ്യണ അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആനിമേഷൻ പിക്ചറുകൾ, പോസ്റ്ററുകൾ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊരു പോസ്റ്ററിലേക്ക് ഇങ്ങനെ നോക്കി എത്ര നേരം ഇരിക്കും? ഇന്ന് എല്ലാവരും വീഡിയോയാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇൻ്റർനെറ്റിന് നല്ല സ്പീഡ് ഉണ്ട് ഇപ്പോൾ എല്ലാവർക്കും. പഴയതുപോലെ സ്ലോ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രശ്നമൊന്നും അധിക സമയം ഇപ്പോൾ ഇല്ല. മിക്ക സ്ഥലങ്ങളിലും 4G 5G ഒക്കെ വന്നു കഴിഞ്ഞു. പലയിടത്തും വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മൊബൈൽ ഫോൺ നല്ല സ്പെക്കുള്ള മൊബൈൽ ഫോണുകൾ നമുക്ക് അവൈലബിൾ ആയി ചീപ്പായിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ വീഡിയോയാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഇമേജിൻ്റെയും ഫോട്ടോയുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു. ഇനി അതേൽ പിടിച്ചു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. വീഡിയോ മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യണം. എൻ്റെ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സെല് ചെയ്തുകൊണ്ടിരുന്ന ഒരു കീ ഹോൾഡർ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്. ഈ പ്രൊഡക്റ്റ് ഞാൻ തുടർച്ചയായി 30 ദിവസം കണ്ടിന്യൂസ് ആയി 30 ദിവസം വീഡിയോ ചെയ്യുമെന്ന് ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു. ഈ ഗോളിന് വേറെ പ്രത്യേകതകളുണ്ട്. ഓർഡർ വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, ഒരു സെയിൽ നടന്നാലും ശരി, സെയിൽ നടന്നില്ലെങ്കിലും ശരി, 30 ദിവസം തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യും. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്തോ, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. 1 മിനിറ്റിൻ്റെ വീഡിയോ, 1 മിനിറ്റുള്ള വീഡിയോ തുടർച്ചയായിട്ട് നിങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ വീഡിയോയിൽ തന്നെയോ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്, നേരത്തെ ഒരു സിമ്മിൻ്റെ കഥയും ഒരു വാട്സപ്പ് ബിസിനസ്സിൻ്റെ കാര്യവും പറഞ്ഞല്ലോ, അതിവിടെ കൊടുക്കണം. കാരണം ഈ വീഡിയോ കണ്ട് ഇൻ കേസ് ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമല്ലോ. നിങ്ങൾ കുറേ കഥകൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനുള്ള കോൺടാക്റ്റ് നമ്പർ വേണം, നിർബന്ധമാണ്. അപ്പോൾ അത് നിങ്ങൾ കൊടുക്കണം. ഈ തുടർച്ചയായിട്ട് 30 ദിവസം നിങ്ങളത് ചെയ്യണം. ഇനി ഫേസ് കാണിക്കാൻ നിങ്ങൾക്ക് തീരെ പറ്റില്ലെങ്കിൽ, ചിലവർക്ക് അതൊരു പ്രശ്നമാണ്. പലരുടെയും ഒരു ചാലഞ്ച് അവിടെയാണ്. ചിലർക്ക് പബ്ലിക്കായിട്ട് ഫേസ് കാണിച്ച് ഇതേപോലെ ഒന്നും പറയാൻ അവർക്ക് എന്തൊക്കെയോ റീസണും ഉണ്ട് അവർക്ക് സാധിക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രൊഡക്റ്റെങ്കിലും നിങ്ങൾ കാണിക്കണം. എൻ്റെ ആദ്യ വീഡിയോസിൽ എൻ്റെ ഫേസ് ഉണ്ടായിരുന്നില്ല. എൻ്റെ ശബ്ദവും പ്രൊഡക്റ്റിൻ്റെ ഇതായിരുന്നു. അതായത് ക്യാമറ നമ്മൾ പ്രൊഡക്റ്റിലേക്കാണ് തിരിച്ചു വെക്കണം, എൻ്റെ ഫേസിലേക്കല്ല, പ്രൊഡക്റ്റിലേക്കാണ് തിരിച്ചു വെക്കണം. അങ്ങനെ ചെയ്തിട്ടെങ്കിലും അത് കാണിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണതിൽ യാതൊരു അർത്ഥമില്ല. പ്രൊഡക്റ്റ് കസ്റ്റമർ കാണണ്ടേ? അപ്പോൾ അങ്ങനെ ഈ വീഡിയോ നിങ്ങൾ തുടർച്ചയായിട്ട് 30 ദിവസം നിങ്ങൾ ചെയ്യുക. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ആദ്യത്തെ 1-2 ആഴ്ചയൊന്നും നിങ്ങൾക്ക് സെയിൽ നിങ്ങൾ പ്രതീക്ഷിക്കേ വേണ്ട. കാരണം ഇതിൻ്റെ സിസ്റ്റം മൊത്തത്തിൽ അങ്ങനെയാണ്. എത്ര കഴിവുള്ള ഒരാളാണെങ്കിലും ആദ്യത്തെ 1-2 ആഴ്ചയൊന്നും, വളരെ റെയർ ആയിട്ടുള്ള കേസുകൾ ചിലപ്പോൾ കണ്ടേക്കാം, സെയിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. എൻ്റെ 21-22ാമത്തെ വീഡിയോയിലാണ് എനിക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് തന്നത്. അത് തുടർച്ചയായിട്ട് പോയതുകൊണ്ട് ഇനി ആദ്യ സമയമൊക്കെ എൻക്വയറികളായിരിക്കും വരിക. ഇതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറയാം. നിങ്ങൾ എന്തെങ്കിലും വിൽക്കാനിട്ട് കഴിഞ്ഞാൽ ആദ്യ സമയമൊക്കെ എൻക്വയറികളാണ് വരിക. അപ്പോഴും സെയിൽ നടന്നോളണമെന്നില്ല. പതിയെ എൻക്വയറികളുടെ എണ്ണം കൂടും, അതിനനുസരിച്ച് സെയിലിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ആദ്യ സമയത്ത് നിങ്ങൾക്ക് സെയിലില്ല എന്ന് കരുതി പിന്മാറരുത്, തുടർച്ചയായിട്ട് തന്നെ പോകുക. ഒരു ചെറിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടങ്ങണേലും മാത്രമല്ല കാര്യം, തുടരണേലും കൂടിയാണ് കാര്യം. കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യരുത്, തുടർച്ച നഷ്ടമാവരുത്. തുടർച്ചയിലാണ് റിസൾട്ട്. പലരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷേ അവർ തുടർച്ചയായിട്ട് ചെയ്യൂല. റൈറ്റ് ആക്ഷൻ റോങ് ക്വാണ്ടിറ്റിയിൽ ചെയ്താലും റിസൾട്ട് ഫെയിലിയർ ആയിരിക്കും. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യണ സംഗതിയെല്ലാം ശരിയാണ്, പക്ഷേ അത് തുടർച്ചയായിട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് റിസൾട്ട് കിട്ടില്ല. ഒരു ഉദാഹരണം, നിങ്ങളുടെ എക്സസൈസിൻ്റെ കാര്യം തന്നെ എടുക്കുക. ആദ്യത്തെ ഒരു ദിവസം നിങ്ങൾ കൃത്യമായിട്ട് കറക്റ്റ് ഫോമിലൊക്കെ നിങ്ങൾ എക്സസൈസ് ചെയ്തു, ഓടണത് കറക്റ്റ് രീതിയിലാണ് ഓടണത്, പുഷപ്സ് എടുക്കണ കറക്റ്റ് രീതിയിലാണ്, ഒറ്റ ദിവസം ചെയ്തു, പിറ്റത്തെ ദിവസം പരിപാടിയൊക്കെ പൂട്ടി കിട്ടി, വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ആദ്യത്തെ ദിവസം ചെയ്ത സംഗതി ശരിയായിരുന്നു, പക്ഷേ തുടർച്ച ഇല്ലാത്തത് കൊണ്ട് റൈറ്റ് ആക്ഷൻ ആയിരുന്നു, റോങ് ക്വാണ്ടിറ്റി ആയിരുന്നു, ഒറ്റ ദിവസം ചെയ്ത് പരിപാടി പൂട്ടി കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. അത് ബിസിനസ്സിൽ നിന്നല്ല, ഒന്നിലും റിസൾട്ട് പ്രതീക്ഷിക്കരുത്. തുടർച്ചയായിട്ട് ചെയ്യണം. തുടങ്ങണേലല്ല കാര്യം, തുടരണേലാണ് കാര്യം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 30 ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുക. ഇതേ ടെക്നിക്ക് തന്നെയാണ് ഞാൻ യൂട്യൂബിലും പയറ്റിയത്. അതായത് യൂട്യൂബിൽ എനിക്ക് 3 മാസം എടുത്തു. ഇപ്പോൾ ഈ ചാനലിൻ്റെ തന്നെ എനിക്ക് നല്ല രീതിയിൽ റീച്ച് വരാനായിട്ട് 3 മാസം എടുത്തു. എനിക്ക് സീക്രട്ട് അറിയാമായിരുന്നു. തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനിത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഏതെങ്കിലും ഒരു വീഡിയോ ക്ലച്ച് പിടിക്കും എന്നുള്ളത് എനിക്കറിയാമായിരുന്നു.
കാരണം എനിക്ക് മുമ്പ് എക്സ്പീരിയൻസ് ഉണ്ട്. ഏത് പ്രൊഡക്റ്റ് സെല്ല് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ അതേ സംഗതി തന്നെയാണ് യൂട്യൂബിലും ചെയ്തത്. ആദ്യത്തെ 3 മാസം മറ്റേ ബിസിനസ് മുമ്പുള്ള കീ ഹോൾഡറിൻ്റെ ഹോം ഇൻറ്റീരിയർ ഐറ്റംസ് ആണ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇതിൽ എനിക്ക് 1 മാസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. ഞാൻ പറഞ്ഞില്ല 21ാമത്തെ ദിവസം എനിക്ക് സെയിൽ വന്നു തുടങ്ങിയിരുന്നു. പക്ഷേ യൂട്യൂബിൻ്റെ കേസിൽ 1 മാസവും കടന്നുപോയി, 2 മാസവും കടന്നുപോയി, 3 മാസം എടുത്തു എനിക്ക് റിസൾട്ട് കിട്ടാനായിട്ട്. യൂട്യൂബ് കുറച്ച് ചാലഞ്ചിങ് ആണ്. അങ്ങനെ എല്ലാവർക്കും ഓടി വന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയതല്ല, കുറച്ച് ടഫാണ്. പക്ഷേ 3 മാസം തുടർച്ചയായിട്ട് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടി. വീഡിയോസ് പല രീതിയിൽ മാറ്റി ചെയ്യുക, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഓർഡറുകൾ യൂട്യൂബിൽ നിന്നും വരാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. തുടക്ക സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആയതുകൊണ്ടോ പ്രൊഡക്റ്റ് മോശമായതുകൊണ്ടോ ഒന്നുമല്ല. റൈറ്റ് ആക്ഷൻ റോങ് ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വരാത്തത്. റൈറ്റ് ആക്ഷൻ റൈറ്റ് ക്വാണ്ടിറ്റിയിൽ കുറച്ച് നാളെങ്കിലും നിങ്ങൾ നിൽക്കണം. ഇത് പറയുമ്പോൾ വർഷങ്ങളൊന്നും നമുക്ക് ആവശ്യം വരില്ല, നിസ്സാര മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇതുപോലൊരു വീഡിയോ യൂട്യൂബിൽ മലയാളത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഈ പണി ഇവിടെ വെച്ച് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത്. കാരണം ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയാം. ധൈര്യമായിട്ട് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇനി അടുത്തതായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് വരുന്നൊരു സംശയമാണ്, വീഡിയോ എങ്ങനെ എടുക്കണം, വീഡിയോയിൽ എന്തൊക്കെ പറയണം എന്നുള്ളത്. ഈ വീഡിയോയിൽ എന്തൊക്കെ പറയണം എന്നുള്ളതിന് പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതിനെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നിങ്ങളുടെ സംസാര ഭാഷ ഉപയോഗിക്കാം, നിങ്ങളുടെ ഒരു സ്റ്റൈൽ ഉപയോഗിക്കാം, ബിസിനസ്സിൻ്റെ സ്റ്റൈൽ എന്താണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറയാം. പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം, ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ പറയാം. ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഹാൻഡ് മെയ്ഡ് ചെയ്യുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ ആണെങ്കിൽ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാം, നിങ്ങളുടെ സ്റ്റോറി പറയാം, എങ്ങനെയാണ് നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വന്നെത്തിയെന്ന് പറയാം. അങ്ങനെ പ്രത്യേകിച്ചൊരു റൂളില്ല. വീഡിയോയിൽ ഇന്നത് തന്നെ പറയണമെന്നൊരു റൂളില്ല. പലരും വരുത്തുന്ന ഒരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം. അവർ അനാവശ്യമായിട്ട് ഒരു പരസ്യത്തിൻ്റെ സ്റ്റൈലിൽ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കും. ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്, ഏതെങ്കിലും ഒരു ചുരിദാറിട്ട ഒരു പെൺകുട്ടിയായിരിക്കും, ആ പെൺകുട്ടിയുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, ഇതാ നിങ്ങൾക്കും ഒരു അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യേക ടൂണിലൊക്കെ പറയണത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പരസ്യമാണ്. ഇതൊരു പരസ്യമാണെന്ന് സോഷ്യൽ മീഡിയയിലെ നമ്മളുടെ വ്യൂവേഴ്സ്, അതായത് വ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? നാളെ നമ്മുടെ കസ്റ്റമർ ആകാൻ പോകുന്ന ആളുകളെയാണ് വ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ഇവരിത് കാണുമ്പോൾ തന്നെ ഇതാ നിങ്ങൾക്കും ഒരു വമ്പിച്ച അവസരം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. പ്രത്യേക ടോണിൽ ഒരു പെൺകുട്ടി നിന്ന് ഇങ്ങനെ പറയാൻ നേരത്ത് ഇത് പരസ്യമാണ്, ഈ ചവറ് പരസ്യം ഞാൻ കാണേണ്ടതുണ്ടോ എന്ന ട്രിഗറാണ് അവരുടെ ബ്രെയിനിൽ വന്നത്. അവരെന്താ ചെയ്യുക? ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ടൊക്കെ നമ്മൾ പരസ്യം കണ്ടുകൊണ്ടിരുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഇന്ന് എൻലെസ് ഓപ്ഷൻസാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ യൂട്യൂബ് ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു വീഡിയോ നിങ്ങൾക്ക് പിടിക്കില്ലെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്താൽ മതി, അടുത്തേക്ക് പോകും. അത് പിടിക്കണമെങ്കിൽ നേരെ അടുത്തേക്ക് പോകും. എവിടെയാണോ നിങ്ങളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് അവിടെ നിൽക്കുന്ന അത് കാണേണ്ട ആവശ്യമുള്ളൂ. എനിക്കിന്ന് 100,000 ഓപ്ഷൻസാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് 100,000 ഓപ്ഷൻസാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഇതേപോലെ കാശും മുടക്കി ഒരാളെ, ഒരു പെൺകുട്ടീനെ കോസ്റ്റ്യൂമൊക്കെ ഇടിപ്പിച്ച് ഇതേപോലെ പ്രത്യേക പരസ്യത്തിൻ്റെ ടൂണിൽ ഇതാ നിങ്ങൾക്കും ഒരു വമ്പിച്ച അവസരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഇടാൻ നേരത്ത് ഒറ്റ തട്ട് വെച്ച് കൊടുക്കും. നമ്മൾ നേരെ നമ്മളുടെ വീഡിയോ അവർ കാണുക പോലുമില്ല. ഈ മോഡേൺ മാർക്കറ്റിങ്ങിൻ്റെ ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പരസ്യങ്ങളൊന്നും തന്നെ പരസ്യങ്ങളാണെന്ന് തോന്നരുത്. പരസ്യങ്ങളാണെന്ന് തോന്നാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്. പ്രത്യേക റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ നാച്ചുറൽ ടോൺ, നേരത്തെ ടൂണല്ല, ഇതാ ഒരു വമ്പിച്ച അതല്ല, ആ ടൂണല്ല. ആ ടൂൺ പരസ്യത്തിൻ്റെ ടൂണാണ്. അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവും ഇതൊരു ചവറ് പരസ്യമാണ് വരാൻ പോണത്, ഓടിച്ചു വിട്ടോ, അടുത്തേക്ക് പോയിക്കോ എന്നുള്ളതിൻ്റെ ട്രിഗറാണ്. അവർക്ക് സൂചന കൊടുക്കുന്ന ടൂണാണ് ആ ടൂൺ പാടില്ല. പരസ്യങ്ങളൊന്നും തന്നെ പരസ്യങ്ങളാണെന്ന് തോന്നരുത്. നമ്മൾ പണ്ട് കണ്ട പല പരസ്യങ്ങളും ഇന്ന് നമ്മളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? ഒന്ന്, അതിൽ നല്ല പാട്ടായിരിക്കാം, നല്ല വിഷ്വൽസ് ആയിരിക്കാം, കാണാൻ എന്തോ പ്രത്യേകതയുള്ള വിഷ്വൽസ് അതിലുണ്ടായിരിക്കാം, നല്ല സ്റ്റോറി ആയിരിക്കും, ഒരു പ്രത്യേക കഥ പറയുന്ന രീതിയിലുള്ള പരസ്യമായിരിക്കാം. മറ്റേ മെൻഡോസിൻ്റെ ഒക്കെ പരസ്യം ഓർക്കണില്ലേ? ഈ ഒരു എന്താ പറയുക, ചിമ്പാൻസി മാറി മനുഷ്യനൊക്കെ ആയിട്ട് തന്നെ എന്തൊരു പരസ്യം, നമ്മൾ ഇന്നും അതിൻ്റെ വിഷ്വൽസ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അതിൻ്റെയൊക്കെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാലാണ് നിങ്ങളുടെ സ്റ്റോറി പറയാം. നിങ്ങളുടെ നാച്ചുറൽ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TV ചാനലുകളിലെ ആങ്കർമാരിരുന്ന് പറയണ പോലെ തന്നെ പറയണമെന്ന് യാതൊരു നിർബന്ധമില്ല.
അത് കേൾക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ന്യൂസ് ചാനലുകളുണ്ടല്ലോ, നമ്മളുടെ കാണേണ്ട കാര്യമില്ലല്ലോ. സോഷ്യൽ മീഡിയ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ ആണെന്നുള്ളത് നിങ്ങൾ വിശദമായിട്ട് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ടോണിൽ തന്നെ, പ്രത്യേകമായിട്ടൊന്നും അവിടെ പറയേണ്ടതില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും വരുത്തുന്ന ഒരു അബദ്ധമാണ്, ക്യാമറ ആവശ്യമുണ്ടോ, എക്സ്പെൻസീവായിട്ടുള്ള ഗിയറുകളുണ്ടല്ലോ ഈ ഷൂട്ടിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള. നമ്മളുടെ സെൽഫോൺ ഇന്ന് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുണ്ട്. നിങ്ങൾ വലിയ ഹോളിവുഡ് സിനിമയൊന്നും പിടിക്കാൻ പോണില്ലെങ്കിൽ നിങ്ങളുടെ ഈ സാധനം, ഈ നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യണ മൊബൈൽ ഫോൺ മാത്രം മതി. അതിന് പ്രത്യേകമായിട്ടുള്ള ഗിയറുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. അതില്ലാതെ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം, നിങ്ങളുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്താം, ഇതെല്ലാം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വീഡിയോയുടെ ക്വാളിറ്റിനേക്കാളും കൂടുതൽ ഓഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ലൊരു മൈക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാം, അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, വീഡിയോ വെച്ച് മോശമാണെങ്കിലും ഓഡിയോ ക്വാളിറ്റി മോശമാണെങ്കിൽ ആളുകൾ കേട്ടിരിക്കില്ല, കേൾക്കണമല്ലോ. അപ്പോൾ ഇവർക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ മൈക്ക് തരക്കേടില്ലാത്തൊരു മൈക്ക് നിങ്ങൾ വാങ്ങിക്കണം. ബാക്കി ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിയറുകളുടെ ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലൊരു പെൺകുട്ടീനെ കണ്ടുപിടിച്ച് പ്രത്യേക ടൂണിൽ സംസാരിക്കുന്ന ആളെ ഒട്ടും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി, അതൊന്നും ഇനി യൂസ്ഫുൾ ആവില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരസ്യങ്ങളൊന്നും തന്നെ പരസ്യങ്ങളാണെന്ന് തോന്നരുത്. അങ്ങനെ പരസ്യങ്ങളാണെന്ന് ആദ്യ സെക്കൻഡിൽ തന്നെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ അവർ നേരെ ഓടിച്ച് അടുത്ത ഇതിലേക്ക് പോകും. ബാക്കി നമ്മൾ അറ്റൻഷൻ കിട്ടിയില്ലെങ്കിൽ ബാക്കി നമ്മൾ എന്ത് പറഞ്ഞാലും ആളുകൾ കേൾക്കില്ല. ആദ്യം അവരുടെ അറ്റൻഷൻ പിടിച്ചാലാണല്ലോ നമുക്ക് എന്ത് കഥയും പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എന്തോ വിൽക്കാനുണ്ട്, ഇത് വിൽക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ അറ്റൻഷൻ ആദ്യം ഗ്രാബ് ചെയ്യണം, അതിന് ശേഷമാണ് ബാക്കിയെല്ലാം നമ്മൾ പറയേണ്ടത്. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മളുടെ ബാങ്കിൽ കാശ് വരുന്നവരെയുള്ള കാര്യങ്ങൾ പറയുമെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ ചെയ്യുക, അതിൽ നിങ്ങളുടെ വാട്സപ്പ് ബിസിനസ്സിൻ്റെ നമ്പർ കൊടുക്കുക. ഇനി കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടക്കുന്നത്, ബിസിനസ്സും കസ്റ്റമറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കേണ്ടത് വാട്സപ്പിലൂടെയാണ്. വാട്സപ്പ് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വാട്സപ്പാണ്. അതുകൊണ്ടാണ് വാട്സപ്പ് ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ വാട്സപ്പിലൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നേരത്ത് കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. വാട്സപ്പ് ബിസിനസ്സിൽ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത് വളരെ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനില്ല, ബിസിനസ് വിത്ത് സുഹൈൽ PS വാട്സപ്പ് ബിസിനസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ വലിയ വീഡിയോ കാണാനായിട്ട് സാധിക്കും. അത് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരുപാട് വലുതായി പോകും വീഡിയോ. അപ്പോൾ അത് നിങ്ങൾ പോയി കാണാൻ എങ്ങനെയാണ് വാട്സപ്പ് ബിസിനസ് സെറ്റ് ചെയ്യണമെന്നുള്ളത് ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിൽ ഒരുപാട്, അതായത് കസ്റ്റമർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, കസ്റ്റമറോട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് കസ്റ്റമേഴ്സിന് വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളുടെ പരസ്യം എന്താണോ അത് വാട്സപ്പിൽ വരുമ്പോൾ വീണ്ടും അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ അയച്ചു കൊടുക്കുക. എന്നിട്ട് അവരുടെ അടുത്ത് ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് വാങ്ങിക്കുക. അഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം പേയ്മെൻറ്റ് വാങ്ങിക്കുക. പേയ്മെൻറ്റ് വാങ്ങിക്കാൻ നമുക്കിന്ന് വളരെ എളുപ്പമാണ്. നമ്മളുടെ UPI കൊടുത്താൽ മതി. അതായത് ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള UPI ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഇന്നതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിലാണല്ലോ, കേരളത്തിലാണല്ലോ സെല് ചെയ്യണത്. അപ്പോൾ അതുവഴി നമുക്ക് പേയ്മെൻറ്റ് സ്വീകരിക്കാം. എന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് സർവീസ് അതെന്താണോ അത് നിങ്ങൾ ഡെലിവറി ചെയ്യുക. ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങളത് കൊറിയർ അയച്ചു കൊടുക്കുക. ഒരുപാട് കൊറിയർ കമ്പനികളുണ്ട്. ഇന്ന കൊറിയർ കമ്പനി എന്ന് ഞാൻ പറയണില്ല, അത് ഓരോ സ്ഥലത്തും ഓരോന്നാണ്. ഓരോ കൊറിയർ കമ്പനികൾക്കും ഏറ്റവും ബെസ്റ്റ് കൊറിയർ ഏതാണെന്ന് പലരും ചോദിക്കാറുണ്ട്. അതങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ കൊറിയറിനാണ് ഡോമിനൻസ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. കുറച്ച് കൊറിയർ അയച്ചു നോക്കാൻ നേരത്ത്, പലതിലും മാറി മാറി അയച്ചു കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏതാണ് കൃത്യമായിട്ട് ഡെലിവറി ചെയ്യണത്, ഏതാണ് മോശപ്പെട്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ചിലതൊക്കെ നമുക്ക് ട്രയൽ ആൻഡ് എററിലൂടെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പരീക്ഷിച്ച് നോക്കിയതിന് ശേഷമാണ് പഠിക്കാൻ പറ്റുക. എന്നിട്ട് കൊറിയർ അയച്ചു കൊടുക്കുക, പേയ്മെൻറ്റ് സ്വീകരിക്കുക, കസ്റ്റമർക്ക് പ്രൊഡക്റ്റ് ഫുൾഫിൽ ചെയ്യുക. ഇതാണ് ഇതിൻ്റെ എൻഡ്, അവസാനം. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയ കസ്റ്റമേഴ്സിനെ എല്ലാം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആഡ് ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അവരെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുക. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയ കസ്റ്റമറെ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിലവിലൊന്നും വാങ്ങിച്ചിട്ടില്ല, ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു എൻക്വയറി ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. കാരണം ചില കസ്റ്റമേഴ്സ്
പ്രൊഡക്റ്റ് അന്ന് തന്നെ വാങ്ങിക്കൊള്ളണമെന്നില്ല, എൻക്വയറി ചെയ്ത് അന്ന് തന്നെ വാങ്ങിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കാം, അവർക്ക് സാലറി കിട്ടിയതിന് ശേഷമായിരിക്കാം. അപ്പോൾ പിന്നീട് ഇവരെ നമുക്ക് കണ്ടെത്താനായിട്ട് കുറച്ച് പ്രയാസമായിരിക്കും. കാരണം സ്ക്രോൾ ചെയ്ത് ഒരുപാട് താഴേക്ക് പോകണ്ടേ. അപ്പോൾ എല്ലാവരെയും കൂടി ഒരു കളക്റ്റീവായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് വരാൻ നേരത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇടാം. ഇപ്പം നിങ്ങൾ വിൽക്കുന്ന ഒരു ഷർട്ടാണെങ്കിൽ പുതിയ മോഡൽ വരാൻ നേരത്ത് വാട്സപ്പ് ഗ്രൂപ്പിലിടാം, പുതിയ കളർ ചേഞ്ച് വരാൻ നേരത്ത് വാട്സപ്പ് ഗ്രൂപ്പിലിടാം. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കളക്റ്റീവായിട്ട് നമ്മളിൽ നിന്ന് വാങ്ങിയ കസ്റ്റമറെയും എൻക്വയറി ചെയ്യുന്നവരെ എല്ലാം തന്നെ കളക്റ്റീവായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകും. കാരണം അതിലൊറ്റ പോസ്റ്റ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏതൊരു സാധാരണക്കാരനും ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതേ ഉള്ളൂ, ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി കൂടുതലായി മറ്റെന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം വരും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിലും കോഴ്സിലും ഒക്കെ പങ്കെടുക്കുക. വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഓൺലൈനിൻ്റെ എങ്ങനെ സെല്ല് ചെയ്യാം, എന്തൊക്കെ ടെക്നിക്കുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് യുണീക്കായിട്ടുള്ള നോളജാണ് ഞാൻ നിങ്ങൾക്ക് തന്നേക്കണേ. അതായത് ഇതുപോലെ യുണീക്കായിട്ടുള്ള നോളജ് അധിക സ്ഥലത്തൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഇത് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കേ ഇങ്ങനെ പറഞ്ഞു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എൻ്റെ കോഴ്സിലോ ക്ലാസ്സിലോ ഒക്കെ നിങ്ങൾക്ക് പങ്കെടുക്കുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.